നമുക്ക് വാക്യങ്ങളായി വായിക്കാം. അവസാനത്തെ വാക്യം ചേർന്ന് വായിക്കാം. സംഗ്രഹിക്കുന്നു. നാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവരിൽ സന്തോഷിക്കുന്ന അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ജോയില് പ്രാർത്ഥിക്കുന്നു. വ്യാപിയാണ്. കർത്താവിന്റെ പ്രവർത്തികൾ എത്ര വലിയവയാണ്. ഭൂമിയെ ചമച്ചവൻ, നക്ഷത്ര ജാലങ്ങളെ പേർ ചൊല്ലി വിളിച്ചവൻ, ഭൂമിയിലെ പൊടിയെ നാടുകൊണ്ട് അളന്നവൻ, ഭൂമിയെ എത്ര അത്ഭുതകരമായി, നമ്മെ എത്ര അത്ഭുതകരമായി സൃഷ്ടിച്ചവൻ. കർത്താവിനെ സ്തുതിക്കുവാനും അവന്റെ വലിപ്പത്തെ വർണ്ണിക്കുവാനും നാം തുടങ്ങണം. ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് എനിക്ക് ലഭിച്ചതായ വീടിന്റെയോ വസ്തുവിന്റെയോ ആഹാരത്തിന്റെയോ വസ്ത്രത്തിന്റെയോ വെള്ളത്തിന്റെയോ യാതൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് ഭൗതികമായ യാതൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ദൈവത്തെ ഞാൻ ആരാധിക്കുന്ന ഒറ്റ കാരണം ദൈവം വിശുദ്ധനാണ്, യോഗ്യനാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ദൈവജനമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം ആരാന്നറിയാതെ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയും. ദൈവം ആരാന്നറിയാതെ ദൈവത്തിന് നന്ദി പറയുവാനും കഴിയും. പക്ഷെ ദൈവം ആരാന്നുള്ള വെളിപ്പാട് ലഭിക്കാതെ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയുന്നതല്ല. ഇന്ന് നമ്മുടെ കർത്താവ് സ്നേഹമുള്ള, ദീർഘക്ഷമയുള്ള, സൗന്ദര്യമുള്ള നല്ലൊരു രക്ഷകനാണ്. എന്നാൽ കർത്താവിന്റെ രണ്ടാം വരവിൽ അവൻ ഒരിക്കലും ആ സ്നേഹം നമ്മളോട് കാണിക്കുവാൻ പ്രിയമുള്ളവരെ, അവന്റെ ഒന്നാം വരവിൽ അവനൊരു താഴ്മയുള്ള ഒരു ദാസനായി കഴുതക്കുട്ടിപ്പുറത്താണ് വരുന്നത്. എന്നാൽ രണ്ടാം വരവിൽ വെള്ളക്കുതിരപ്പുറത്ത് പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും, നിങ്ങൾ പാപത്തെ വിട്ടോടാൻ തയ്യാറാകുന്നില്ല, നിങ്ങൾ സ്നാനപ്പെടുന്നില്ലായിരിക്കും, നിങ്ങൾ നിങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ഒന്ന് ശുദ്ധീകരിക്കാൻ തയ്യാറാകുന്നില്ല, കർത്താവിന്റെ വരവിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകാൻ. ആ 7 വർഷം എന്ന് പറയുന്നത് മഹോപദ്രവ കാലമായിരിക്കും, അന്തിക്രിസ്തുവിന്റെ ഭരണമായിരിക്കും, ഏകലോക ഗവൺമെന്റ് ആയിരിക്കും. അതേസമയം ക്രിസ്തുവിൽ എടുക്കപ്പെട്ടവരാണെങ്കിൽ മധ്യാകാശത്തിൽ കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ഒരു സമയം. മഹത്വം യേശുവേ, വേഗം വരണമേ.